ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മളിങ്ങനെ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായല്ലേ. അപ്പം ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, അപ്പം എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. പിന്നെ അത് മാത്രമല്ല, ഇച്ചിരി മടിയും കൂടെയുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് ഓഫ് ഡേ ആണ്. അപ്പോൾ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് വന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉപയോഗിക്കുന്ന 2 പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോവാണ്. അതിൽ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമായതും ഒരു പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് റിസൾട്ട് അങ്ങനെ എനിക്ക് ചേരാത്തത് കൊണ്ടായിരിക്കും റിസൾട്ട് അങ്ങനെ തോന്നാത്തതുമായ 2 പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇത് ബ്യൂട്ടി ഓഫ് ജോസൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ജിൻസിങ് എസൻസ് വാട്ടറാണ്. അതായത് ഒരു ടോണർ എന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു സംഭവത്തിന്. അപ്പം ഞാനിത് കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട് എനിക്ക് ഒത്തിരി ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയ ഒരു സംഭവമാണ്. ഒരു വെള്ളം പോലത്തെ ഒരു സംഭവം. ടോണർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത്യാവശ്യം വെള്ളം പോലെ ഇരിക്കുന്നതാണല്ലോ ടോണർ. ഇതും അത്യാവശ്യം വെള്ളം പോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻസിങ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ജിൻസിങ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു എസൻസ് ആണ് ഈ സംഭവം. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതായത് കൂടുതലായിട്ടും നമ്മളിപ്പോൾ ഒരു 30 പ്ലസ് ഒക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഏജിങ്ങിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടോണറാണ് ഇത്. അതായത് നമ്മുടെ എന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ചുകൊണ്ടേ നമ്മളങ്ങ് ഏജ് കുറഞ്ഞ് പോകുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് വരുന്നതിലൂടെ നമ്മൾ ഏജിങ് ഒന്ന് കുറയ്ക്കാനായിട്ട്, അത് മുഖത്തുള്ള ചുളിവുകളൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഈ ഒരു ടോണർ സഹായിക്കും. പിന്നെ ഈ ടോണർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ടോണർ നമ്മളിത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും മുഖത്ത് ഒരു പ്രത്യേക ഗ്ലോ ഒക്കെ കിട്ടും. സാധാരണ ഒരു ടോണർ ഉപയോഗിക്കുന്നതിനേക്കാളും നമുക്കൊരു ഒരു ബ്രൈറ്റ്നെസ്സും ഒരു ഗ്ലോ, എന്തെന്നില്ലാത്ത ഒരു ഗ്ലോ നമ്മുടെ മുഖത്തിന് വരും. അപ്പം ഞാനിത് ഒരു 1.5 മാസം കൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ടോണർ. എനിക്ക് നല്ല റിസൾട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഇതിന് ഇത്തിരി ഒരു എക്സ്പെൻസീവ് ആണ് സംഭവം. നിങ്ങൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് പൈസ കുറച്ച് ചിലവാക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോണർ വാങ്ങാം. നല്ല ടോണറാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. അപ്പം ഞാൻ ഈ ഒരു ടോണർ വാങ്ങിയത് നൈക്കയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇല്ലാന്ന് തോന്നുന്നു, ആമസോണിലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വാങ്ങിയത് നൈക്കയിൽ നിന്നാണ്. നമ്മൾ കുറച്ചൊരു പൈസ മുടക്കി വാങ്ങിയാൽ ഇതൊരു നമുക്കൊരു 3-4 മാസം ഉപയോഗിക്കാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ 200 രൂപയുടെ 300 രൂപയുടെ ടോണറൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് 1 മാസം കൊണ്ട് അതങ്ങ് തീരുമല്ലോ. അപ്പോൾ അടുത്ത മാസം നമ്മൾ വീണ്ടും വാങ്ങണം. പക്ഷേ ഇത് നമ്മൾ ഇത്തിരി ഒരു 1000 രൂപ മുടക്കി ഇത് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു 3-4 മാസം ഉപയോഗിക്കും. ഞാനിപ്പോൾ ഒരു 2 മാസത്തോളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പകുതിയാണ് ആയിട്ടുള്ളത്, ഇനി ഇത് പകുതി ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ പോയാലും ഒരു 4 മാസം ഉപയോഗിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഗ്ലോ കിട്ടും. നമ്മുടെ മുഖത്ത് എന്തോ നമ്മൾ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഒരു പ്രത്യേക ഒരു ഗ്ലോ കിട്ടും ഈ ഒരു ടോണർ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു, നല്ല പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങി ഉപയോഗിച്ച് നോക്കാം. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് കാണാം. നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായല്ലോ, ഇത് എല്ലാവർക്കും മനസ്സിലാക്കണം. ഇത് ഫോക്സ്റ്റെയിലിൻ്റെ വിറ്റമിൻ സി സിറമാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പം ഞാനിത് 1-2 റിവ്യൂ കണ്ടിട്ട് തന്നെയാണ് ഇതും വാങ്ങിയത്. എനിക്കിങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ആരെങ്കിലും റിവ്യൂ ചെയ്യുകയാണെങ്കിൽ, നല്ലതാണെന്ന് പറയുകയാണെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കണം എന്നൊരു തോന്നൽ എനിക്ക് വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു തോന്നലുണ്ടോ? സത്യം പറയാമല്ലോ, ഞാൻ ഈ സ്കിൻ കെയറിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മുഖമൊക്കെ നന്നായിട്ടിരിക്കണം, നല്ല ഭംഗിയെന്നല്ല, നന്നായിട്ടിരിക്കണം, ടാനൊന്നുമില്ല, നന്നായിട്ടിരിക്കണമെന്ന് എനിക്ക് എപ്പോഴും തോന്നും. അതുകൊണ്ട് എനിക്ക് പറ്റുന്നിടത്തോളം സ്കിൻ കെയർ ഒക്കെ ഞാൻ ചെയ്യും. യൂട്യൂബിലൊക്കെ ആരെങ്കിലുമൊക്കെ നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ ഇങ്ങനെ റിവ്യൂ ചെയ്യണമെങ്കിൽ എനിക്ക് അത് എങ്ങനെയെങ്കിലും വാങ്ങണമെന്നൊക്കെ തോന്നും. അങ്ങനെ ഞാൻ കുറേ പ്രോഡക്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുറേയൊക്കെ എനിക്ക് പൈസ വേസ്റ്റ് ആയിട്ടുണ്ട്. കുറേ പ്രോഡക്റ്റൊക്കെ വാങ്ങി ഒരു ഉപയോഗമില്ലാതെ കളഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ കുറേ പ്രോഡക്റ്റൊക്കെ വാങ്ങി എനിക്ക് നന്നായിട്ട് അത് യൂസ് ആയിട്ടുമുണ്ട്. അപ്പം അങ്ങനൊരു റിവ്യൂ കൊണ്ട് ഞാൻ വാങ്ങിയതാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇത് ഫോക്സ്റ്റെയിലിൻ്റെ വിറ്റമിൻ സി സിറമാണ്. വിറ്റമിൻ സി ബ്രൈറ്റനിങ് സിറം എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ.
അപ്പം ഞാനിത് ഉപയോഗിച്ചിട്ട് ഒരു 10-15 ദിവസമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഈ ബ്രൈറ്റനിങ് സിറം എന്നൊക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് വിറ്റമിൻ സി സിറം അത്രയ്ക്ക് ഞാൻ മുമ്പ് പ്ലമ്മിൻ്റെ വിറ്റമിൻ സി സിറം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ എനിക്കത് അങ്ങോട്ട് സ്യൂട്ടായില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ വിറ്റമിൻ സി സിറം അങ്ങനെ വാങ്ങാറില്ല. എനിക്കത് ചേരില്ല, അല്ലെങ്കിൽ എനിക്കത് സ്യൂട്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങാതിരിക്കുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ റിവ്യൂ കണ്ടിട്ട് എനിക്ക് പിന്നെ നന്നായിരിക്കും എന്ന് തോന്നിയിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷെ എന്തോ എനിക്ക് ചേരാഞ്ഞിട്ടാണോ എന്നറിയില്ല, എനിക്കിത് അത്രയ്ക്ക് അങ്ങോട്ട് വർക്ക് ആവുന്നത് പോലെ തോന്നുന്നില്ല. നല്ല സിറമാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എൻ്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം കൊണ്ടായിരിക്കും കേട്ടോ, എനിക്കിത് എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം എനിക്കിത് വർക്ക് ആവാത്തത്. ഞാനിത് 15 ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഈ അടപ്പ് കൊണ്ട് നിങ്ങളാരും ഞെട്ടരുത്. എൻ്റെ കയ്യിൽ ഫോക്സ്ടെയിലിൻ്റെ വേറൊരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, റെറ്റിനോൾ സിറം എന്ന് പറഞ്ഞിട്ട്. അതും ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ ഉപയോഗിച്ചില്ല ഗൈസ്. അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ട് വാങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷത്തോളമായി. ഞാൻ ഇതുവരെ അത് 2 ദിവസം ഉപയോഗിച്ചു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അങ്ങനെ അത് ഒരിടത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടപ്പിനെ കളഞ്ഞു പോയി. അപ്പോൾ ഇത് പെട്ടെന്ന് ഓക്സിഡൈസ് ആയി പോയി ഈ ഒരു സംഭവം. കാരണം ഇതിൽ അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഇത് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഓക്സിഡൈസ് ആയി പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അടപ്പ് പോയപ്പോൾ ഞാൻ പെട്ടെന്ന് മറ്റേ ഫോക്സ്ടെയിലിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ അടപ്പെടുത്ത് ഇതിൽ വെച്ചതാണ് കേട്ടോ. അപ്പം ഇത് കൊള്ളാം. വേറെ റിവ്യൂസിലൊക്കെ പറയുന്നത് കൊള്ളാം, ബ്രൈറ്റ് ആക്കും, നന്നായിട്ടിരിക്കുന്നു പറഞ്ഞു. പക്ഷേ എനിക്കങ്ങനെ ബ്രൈറ്റ് ആയതുപോലെ ഒന്നും ഫീൽ ആവുന്നില്ല. പിന്നെ മുഖം വേറെ ഇറിറ്റേഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല, ചൊറിച്ചിലോ അങ്ങനെയൊന്നും നമുക്കില്ല. ഒരു 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 എന്താണ് ഒരു ഓഫ് വൈറ്റിൻ്റെ കളറാണ് ഈ ഒരു സിറത്തിന്. സാധാരണ നമ്മുടെ സിറം പോലത്തെ ആ ഒരു ടെക്സ്ചർ അല്ല, ഇതൊരു ക്രീം പോലെയാണ് ഇരിക്കുന്നത്. അതായത് ഒരു ഓഫ് വൈറ്റ് ആണ് ഇതിൻ്റെ. കാണിച്ചു തരാം, കണ്ടില്ലേ, ഇതുപോലെയാണ് ഈ ഒരു സിറം ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ 15 ദിവസം ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്നാലും ഞാനൊരു 15 ദിവസം കൂടെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. പിന്നെ ഇതിനൊരു വല്ലാത്തൊരു സ്മെല്ലാണ്. ഈ സ്മെല്ലാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത്. എനിക്കറിയില്ല, വല്ലാത്തൊരു സ്മെല്ലാണ്. എന്താണെന്ന് അറിയില്ല. അത് ആ ഒരു സ്മെല്ല് ആക്കുമ്പോൾ തല വെത്ത് വരും, വല്ലാത്തൊരു സ്മെല്ല്. ആ ഒരു സ്മെല്ലാണ് എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെടാത്തത്. ബാക്കിയൊക്കെ കുഴപ്പമില്ല, ഓക്കെയാണ്. പിന്നെ ഒരു കുറച്ച് ദിവസം കൂടി ഉപയോഗിച്ചിട്ട് നോക്കാം എങ്ങനെയാണ് എൻ്റെ റിസൾട്ട് എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ 2 പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത്. അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടാറ്റാ.